ഹായ്, ഞാൻ നിങ്ങളുടെ വിനിതയാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മീൻ കറി എങ്ങനെ വെക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. എല്ലാവർക്കും ഇപ്പോൾ അറിയാം, മീൻ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല സ്വാദിഷ്ടമായിട്ട് എല്ലാവർക്കും വെക്കാൻ അറിയാമെന്നറിയാം. എങ്കിലും എനിക്കറിയാം എന്നുള്ള രീതിയിൽ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ച് മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ, ഞാൻ വർക്ക് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് വൈകുന്നേരം 6 മണി കഴിയും വീട്ടിൽ എത്തുമ്പോൾ. അപ്പോൾ വന്നപ്പോഴത്തേക്കും കുറച്ച് മീൻ വാങ്ങി അപ്പോൾ അതിനെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ കറി വെക്കുന്നത് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രഷാക്കി എടുക്കണം, ഒന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്യണ ഒരു ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഞാൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ നിങ്ങൾ നല്ലോണം ഇതിനേക്കാളും നല്ലതായിട്ട് നിങ്ങൾ വയ്ക്കുന്നവരായിരിക്കും. എങ്കിലും ചിലവർക്ക് മീൻ കറി എങ്ങനെ വയ്ക്കുന്നതെന്ന് അറിയാത്ത പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇച്ചിരി പഠിക്കാം എന്നുള്ള ഒരു ഇതുണ്ട്. അതിനുവേണ്ടി മാത്രമാണ്. മീൻ ഞാൻ കട്ട് ചെയ്ത് നല്ലതായിട്ട് അതിനെ വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള കമൻറ്റ് ബോക്സിൽ അത് ഇടണം ദയവായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അറിയത്തില്ല, അതിൻ്റേതായ സൗകര്യമൊന്നുമില്ല എൻ്റെ വീട്ടിൽ. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട്, അത് ക്ഷമിക്കണം നിങ്ങളെല്ലാവരും. അപ്പോൾ മീനിനെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. മീനെല്ലാം വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കണം. നമ്മുടെ സ്ഥലത്ത് ഈ മീനിനെ പറയുന്ന കൊഴിയാള മീനെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ് ഈ പേരെന്നറിയത്തില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ടൊമാറ്റോ എടുക്കുന്നുണ്ട്. അതിനെ നല്ലോണം കഴുകി വൃത്തിയായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അത് ചിലർക്ക് പുളി അധികം ഇഷ്ടമില്ലെങ്കിൽ അതിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ എണ്ണം കുറയ്ക്കാം. എന്തുവാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി പുളിയും എരിവൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അങ്ങനെ 2 ഞാൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ നമ്മളെവിടെ ഇപ്പോൾ മഴയൊന്നുമില്ല, കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇത്തിരി മഴ ഉണ്ടായിരുന്നു, ഇന്ന് നല്ല വെയിലായിരുന്നു. ഇത്തിരി പച്ചമുളക് എടുക്കുന്നുണ്ട്. 2 ഐറ്റം പച്ചമുളകുണ്ട്, എരിപ്പച്ചമുളകും തൊണ്ടൻ പച്ചമുളകും. പിന്നെ ഇതിനായിട്ട് ഞാനൊരു സവാള കൂടി എടുക്കുന്നുണ്ട്. അതിന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിയണത് പോലെ ചെറിയൊരു രീതിയിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നും നമ്മൾ ചേർക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ് അതിനുണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ഒരു സവാള ഇതിനായിട്ട് എടുക്കുന്നുണ്ട്. സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി നമുക്കതിന് വേണ്ടി ഉപയോഗിക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഓരോന്നിനും ഓരോ രുചിയാണുള്ളത്. സവാളയേക്കാളും കുഞ്ഞുള്ളി ചേർക്കുകയാണെങ്കിൽ അതിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഓരോരുത്തരുടെ സൗകര്യം പോലെ, ഇഷ്ടമുള്ളതുപോലെ നമുക്കത് ഉപയോഗിക്കാം. ഇച്ചിരി കറിവേപ്പില ഞാൻ എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ഒരു കഷ്ണം, അതിനെ ഞാൻ നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇത്രയും വേണം നമുക്ക് ആവശ്യത്തിന്. വേണമെങ്കിൽ ഇതിൽ കൂട്ടി നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിനിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതത്രയും ഫുള്ളും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ നല്ല മണം. പിന്നെ ഇത്രയും ഉലുവയാണ്, വറുത്ത ഉലുവ, അതിനെ എടുക്കണം. അത് പൊടിച്ചെടുക്കണം ഉലുവ. നമുക്കൊരു ജാറിലിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള വാളംപുളിയാണ്. അതിനെ വെള്ളം ഒഴിച്ച് അതിനെ നല്ലതായിട്ട് കുതിരായിട്ടിരിക്കുന്നതാണ്. പിന്നെ അതെല്ലാം എടുത്ത ശേഷം ഒരു മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴേ ഇടാവൂ. അപ്പോൾ അത് ചൂടായി
കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് വറ്റൽമുളക്, ഒരു 4-5 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ താളിക്കുമ്പോൾ ഇടുമ്പോൾ അതൊരു പ്രത്യേക ഒരു സ്വാദാണ്, ഒരു പ്രത്യേക നിറവും സ്വാദും കിട്ടാൻ വേണ്ടിയിട്ട് ഈ വറ്റൽമുളക് ഉപകരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വറ്റൽമുളകും കടുകും കൂടി എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലതായിട്ട് നമ്മൾ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എനിക്ക് അടുപ്പത്ത് വയ്ക്കണോണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. അതിലേക്ക് ഞാൻ ഇഞ്ചിയും കറിവേപ്പില, പിന്നെ എടുത്ത് വെച്ചിരുന്ന സവാള, വെളുത്തുള്ളി, ഇങ്ങനെ ഓരോന്നായിട്ട് ആദ്യം സവാളയാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. അതിനെ നല്ലതായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. നല്ലതായിട്ട് ഇത്തിരി ഒന്ന് വെന്ത് വരണം സവാള. അപ്പോൾ അതിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ആ എണ്ണയിൽ കിടന്നപ്പോൾ അതിൻ്റെ ഒരു മണം എല്ലാം കൂടി ആകുമ്പോൾ ഈ എണ്ണയ്ക്കും ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്വാദാണ്, ഒരു പ്രത്യേക ഒരു സ്വാദാണ് മീൻ കറിക്ക്. ഇതെല്ലാം നല്ലതായിട്ട് നമ്മൾ അടിയിൽ ചട്ടിയിൽ പിടിക്കാതെ അത് നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ ഇടയ്ക്ക് കരിഞ്ഞു പോയാൽ എല്ലാം പോയി, നമ്മളെ മീൻ കറി എല്ലാം കുളമാവും. പിന്നെ അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും ഇട്ട് എണ്ണയിലോട്ട് നമ്മളിങ്ങനെ നല്ലതായിട്ട് മൂപ്പിച്ചൊന്ന് എടുക്കണം. അത് നല്ല ഒരിതായിട്ട് നിറം മാറി വരുന്ന ഒരു അവസ്ഥയിലോട്ടാക്കണം. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതിനെ നമ്മൾ ഇത്തിരി എണ്ണയിൽ കിടന്ന് വേവാൻ വേണ്ടിയിട്ട് വെന്ത് വരണം കുറച്ച്, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ചേർക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടൊമാറ്റോയും ആ എണ്ണയിൽ കിടന്ന് കുറച്ചൊന്ന് വേവണം. വേവുമ്പോഴത്തേനും അതിൽ നല്ലൊരു കളറും എല്ലാം ഉണ്ടാവും. ടൊമാറ്റോയുടെ ഒരു പ്രത്യേക ഒരു കളറെല്ലാം അതിൽ പിടിച്ച് വരും. ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഗ്യാസിലാണ് വെക്കണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ വീടിൻ്റെ സൗകര്യം ഇതാണ്, അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾ എന്നെ ക്ഷമിക്കണം, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും പറയരുത്, നിങ്ങൾ കുറ്റമൊന്നും പറയരുത്. പിന്നെ ഞാൻ അതിൽ ഇങ്ങനെ ഒരു നല്ലൊരിതായി വന്ന ശേഷം അതിലേക്ക് ആവശ്യമുള്ള അത്ര മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് ശേഷം കുറച്ച് 2 ടീസ്പൂൺ മറ്റേ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3 ചേരുവകളും കൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നു. നല്ലോണം ഇളക്കി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പച്ച ചുവയെല്ലാം മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ എണ്ണയിലൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്മെല്ലെല്ലാം മാറും. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം എല്ലാം ഒഴിച്ചിട്ട് അതിലേക്ക് വീണ്ടും നമുക്ക് ആവശ്യത്തിനത്ര വെള്ളം ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ പൊടിച്ച് വെച്ചതായ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇതെല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ വെള്ളം വീത്തി കൊടുക്കുന്നത്. വെള്ളം നമുക്ക് മീൻ അതിൽ കിടന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം വേണം. ഞാനിപ്പോൾ ഇതിൽ മീൻ ഇട്ടില്ല. ആ വെള്ളം വീത്തി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വീത്തി അണ്ട ഈ കളറിൽ ഇങ്ങനെ ഒരു ലെവലിൽ എനിക്ക് ഇത്രയും മതി. ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഈ ലെവലിലാണ് ഞാൻ വെള്ളം വീത്തി കൊടുക്കുന്നത്. വെള്ളം വീത്തി ഉപ്പെല്ലാം അതിനാവശ്യമായിട്ടുള്ളത് നമ്മളത് മീൻ കറിയായി വരുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് ഫ്രഷാക്കി വെച്ച മീനിനെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് അത് കുറച്ച് സമയം നമുക്കൊരു അത് വെന്ത് നല്ലോണം ആയി വരാൻ വേണ്ടി നമുക്ക് ഒരു അടപ്പ് പാത്രം വെച്ച് മൂടി വെച്ചിട്ട് കത്തിച്ച് കൊടുക്കണം. കത്തിച്ചത് വെന്ത് വന്നതിന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്തിരി ചെറിയ തേങ്ങയിൽ ശകലം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ആ വെള്ളം വീത്തിയിട്ട് ഒന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്ക് മീനിലോട്ട് ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ നല്ല തിളയെല്ലാം വന്നിരിക്കുന്ന മീനിലേക്കാണ് ഞാൻ അതിനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. അത് ഒഴിക്കുമ്പോൾ ഇച്ചിരി നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതിനെ പോലെയല്ല ഇത്, അതിലും നല്ലൊരു സ്വാദായിരിക്കും. അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണവും എല്ലാം ആയിട്ട് അടിപൊളിയായിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ലെവലിൽ ആയി വരും. നമുക്ക് വറ്റിച്ചാണ് എടുക്കാനുള്ളെങ്കിൽ ഇത്തിരി കൂടി ചാറ് കുറുകി വന്നതിന് ശേഷം നിങ്ങൾക്കത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. താങ്ക് യു.